ഒരു സ്ഥാപനത്തിൻ്റെ മികവ് അളക്കാൻ സാധിക്കുന്നത് അത് നൽകുന്ന സേവനങ്ങളുടെ വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് ഇടപാടുകാരുടെ പരാതികൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ബാങ്കുകാരെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മൾ പരാതിപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു കൂട്ടരുണ്ട്. ഒരു പ്രത്യേക ബ്രാഞ്ചിനെതിരാണ് പരാതിയെങ്കിലും ബാങ്കിൻ്റെ MD മുതൽ ഇങ്ങോട്ട് എല്ലാവരെയും നിരത്തിപ്പിടിച്ച് ഇമെയിൽ അയക്കും. ഇമെയിലിലെ സ്വീകർത്താക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിവേഗം പരാതി പരിഹരിക്കപ്പെടുമെന്നോ മറ്റുമാണ് ഇക്കൂട്ടരുടെ ധാരണ എന്ന് തോന്നിപ്പോകും. ഓരോ ബാങ്കിൻ്റെയും നയമനുസരിച്ച് 10 മുതൽ 30 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കേണ്ടതോ മറുപടി നൽകേണ്ടതോ ആണ്. ഇപ്പറഞ്ഞ ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കാതിരിക്കുകയോ മറുപടി ലഭിക്കാതിരിക്കുകയോ കിട്ടിയ മറുപടി തൃപ്തികരമല്ലാതിരിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യും എന്നതാണ് അടുത്ത ചോദ്യം. നോഡൽ ഓഫീസർ അല്ലെങ്കിൽ അതുപോലത്തെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന മറുപടിയും തൃപ്തികരമല്ല എന്നിരിക്കട്ടെ, ഇനി എന്ത് ചെയ്യും എന്നല്ലേ നിരാശപ്പെടുന്നു. ബാങ്കുകളുടെ സുപ്രീം കോർട്ട് എന്നൊക്കെ പറയാവുന്ന ബാങ്കിംഗ് ഓംബുഡ്സ്മാനിൽ പരാതിപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. ബാങ്കിനെതിരെ പരാതി ആരോട് പറയും? ഈ വിഷയത്തിലാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇതിലിത്ര സംസാരിക്കാൻ എന്താണെന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ വിഷയമാണ്. ബാങ്കിനെതിരെ എന്ന് മാത്രമല്ല, ഏത് സ്ഥാപനത്തിനെതിരെയും പരാതിപ്പെടാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഇന്ന് പക്ഷേ ബാങ്കുകൾക്കെതിരെയുള്ള പരാതികളെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണല്ലോ ബാങ്ക്. ജീവനക്കാർ നൽകുന്ന സേവനം കൂടാതെ ഡിജിറ്റലായുള്ള സേവനവും ഓൺലൈൻ, ATM, CDM എന്ന് തുടങ്ങി വിവിധ തരം സേവനങ്ങളാണ് ഇടപാടുകാർക്ക് ബാങ്കിൽ നിന്ന് ലഭ്യമാകുന്നത്. പലപ്പോഴും ഇവയിൽ ഏതെങ്കിലും സേവനങ്ങളിൽ തൃപ്തിക്കുറവ് വരികയോ പാകപ്പിഴകൾ സംഭവിക്കുകയോ ചെയ്തേക്കാം. മനുഷ്യരുടെ കാര്യത്തിലെന്ന പോലെ യന്ത്രങ്ങളുടെ കാര്യത്തിലും നെറ്റ്വർക്കിലും ഫണ്ട് ട്രാൻസ്ഫറിലുമൊക്കെ നമ്മളിൽ മിക്കവരും പലവട്ടം തടസ്സങ്ങൾ നേരിട്ടുണ്ടാവണം. ഇതെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വാഭാവികവുമാണ്. സേവനത്തിൽ എന്തെങ്കിലും പിഴവോ പോരായ്മയോ നേരിട്ടാൽ പരാതിപ്പെടുന്നതിന് പകരം കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മളായിട്ട് വെറുതെ എന്തിനു വഴക്കിന് പോകണം എന്ന് ചിന്തിക്കുകയോ നിശബ്ദമായി അക്കൗണ്ട് ക്ലോസ് ചെയ്തു പോവുകയോ ചെയ്യുന്നവരാണ് മിക്കവരും. ജീവനക്കാരുടെ ജോലിയെ ബാധിക്കുമെന്ന് കരുതി പരാതിപ്പെടാതിരിക്കുന്നവരുമുണ്ട്. ബാങ്കുകാരെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മൾ പരാതിപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട്. മറ്റൊരു കൂട്ടരുണ്ട്. ഒരു പ്രത്യേക ബ്രാഞ്ചിനെതിരാണ് പരാതിയെങ്കിലും ബാങ്കിൻ്റെ MD മുതൽ ഇങ്ങോട്ട് എല്ലാവരെയും നിരത്തിപ്പിടിച്ച് ഇമെയിൽ അയക്കും. ഇമെയിലിലെ സ്വീകർത്താക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിവേഗം പരാതി പരിഹരിക്കപ്പെടുമെന്നോ മറ്റുമാണ് ഇക്കൂട്ടരുടെ ധാരണ എന്ന് തോന്നിപ്പോകും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. പരാതി പരിഹരിക്കാൻ എല്ലാ ബാങ്കുകൾക്കും വ്യക്തമായ നയമുണ്ട്. ഇതിന് റിസർവ് ബാങ്ക് മേൽനോട്ടം നൽകുന്നുമുണ്ട്. ഓരോ ബാങ്കിനും വന്ന പരാതികൾ എത്ര, അവ എങ്ങനെ പരിഹരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് തുടങ്ങിയ പല റിപ്പോർട്ടുകളും റിസർവ് ബാങ്ക് പരിശോധിക്കാറുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ മികവ് അളക്കാൻ സാധിക്കുന്നത് അത് നൽകുന്ന സേവനങ്ങളുടെ വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് ഇടപാടുകാരുടെ പരാതികൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ലോകമെമ്പാടും അംഗീകരിച്ച വസ്തുതയുമാണിത്. ഈ വസ്തുതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ ബാങ്കുകൾ തങ്ങളുടെ പരാതി പരിഹാര നയം അഥവാ ഗ്രീവൻസ് റിഡ്രസൽ പോളിസി തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ബാങ്കുകൾക്കെതിരെയുള്ള പരാതി എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് പരിശോധിക്കാം. നമുക്ക് അക്കൗണ്ടുള്ള ബ്രാഞ്ചിൽ ഫോൺ വഴിയോ ഇമെയിലായോ കടലാസിൽ എഴുതിയോ അതല്ല എങ്കിൽ നേരിട്ട് ചെന്ന് മാനേജറുടെ പക്കലുള്ള കസ്റ്റമർ കംപ്ലൈൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയോ ഒക്കെ പരാതി നൽകാവുന്നതാണ്. ATMിൽ നിന്ന് പണം പിൻവലിച്ചപ്പോൾ കിട്ടിയില്ല, പക്ഷേ അക്കൗണ്ട് ഡെബിറ്റ് ആയിപ്പോയി, ഗൂഗിൾ പേ ചെയ്ത തുക അക്കൗണ്ടിലേക്ക് വന്നില്ല, അക്കൗണ്ടിൽ നിന്ന് ചാർജ് പിടിച്ചു, അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് തുടങ്ങി പരാതി എന്തുമാവാം. ഇങ്ങനെ എന്ത് പരാതിയും ആദ്യം പറയേണ്ടത് നമുക്ക് അക്കൗണ്ടുള്ള ബ്രാഞ്ചിലാണ്. ബ്രാഞ്ചിൽ പോകാൻ അസൗകര്യമാണ് അല്ലെങ്കിൽ അവധി ദിവസമാണ് എന്നൊക്കെ ആണെങ്കിൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ ഫോൺ ചെയ്തോ ഇമെയിലായി നൽകിയോ പരാതി രേഖപ്പെടുത്താം. ബ്രാഞ്ചിലാണെങ്കിലും കസ്റ്റമർ കെയറിലാണെങ്കിലും ഓരോ ബാങ്കിൻ്റെയും നയമനുസരിച്ച് 10 മുതൽ 30 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കേണ്ടതോ മറുപടി നൽകേണ്ടതോ ആണ്. ഇപ്പറഞ്ഞ ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കാതിരിക്കുകയോ മറുപടി ലഭിക്കാതിരിക്കുകയോ കിട്ടിയ മറുപടി തൃപ്തികരമല്ലാതിരിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യും എന്നതാണ് അടുത്ത ചോദ്യം, അല്ലേ? പക്ഷെ ഒരു പ്രശ്നവുമില്ല.
കീഴ്ക്കോടതിയിൽ ന്യായം ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോവാമെന്ന് പറയുന്നത് പോലെ ചില ബാങ്കുകൾ അവരുടെ ഡിവിഷണൽ അല്ലെങ്കിൽ സോണൽ അഥവാ റീജിയണൽ ഓഫീസിലേക്ക് നമ്മുടെ പരാതിയും അതിന് കിട്ടിയ മറുപടിയും ചേർത്ത് അയക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ചില ബാങ്കുകളിൽ ഇങ്ങനെ അയക്കേണ്ടത് ആ ബാങ്കുകളിൽ ഹെഡ് ഓഫീസിലെ നോഡൽ ഓഫീസർക്കാണ്. ഇങ്ങനെ പരാതിപ്പെടാൻ മിക്കവാറും ബാങ്കുകൾ ഇങ്ങനെ നോഡൽ ഓഫീസർക്കോ സോണൽ ഓഫീസർക്കോ മറ്റും ഫോൺ വഴി പരാതി നൽകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. പകരം ഇമെയിലോ ഹാർഡ് കോപ്പിയോ തന്നെ അയക്കേണ്ടതാണ്. നോഡൽ ഓഫീസർ അല്ലെങ്കിൽ അതുപോലത്തെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന മറുപടിയും തൃപ്തികരമല്ല എന്നിരിക്കട്ടെ, ഇനി എന്ത് ചെയ്യും എന്നല്ലേ? നിരാശപ്പെടണ്ട. ബാങ്കുകളുടെ സുപ്രീം കോർട്ട് എന്നൊക്കെ പറയാവുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ പരാതിപ്പെടാം. അതെവിടെയാണെന്ന് സംശയം തോന്നാം. അതിനെങ്ങും പോകണ്ട. ഓൺലൈനായോ കത്ത് മുഖേനയോ നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ബാങ്ക് ശാഖയിൽ നമ്മൾ കൊടുത്ത പരാതിയുടെയും നമുക്ക് കിട്ടിയ മറുപടിയുടെയും കോപ്പി സഹിതം വേണം ഓംബുഡ്സ്മാനിൽ പരാതിപ്പെടാൻ. ഇങ്ങനെ പരാതിപ്പെടാൻ വക്കീലിന്റെ സേവനമൊന്നും ആവശ്യമില്ല എന്നതുകൂടെ അറിയിക്കട്ടെ. പക്ഷേ ഓൺലൈനായോ മറ്റോ പരാതിപ്പെടാനുള്ള അറിവില്ലാത്തവർക്കാണെങ്കിൽ തങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റൊരാൾ വഴി ഓംബുഡ്സ്മാനിൽ പരാതി നൽകാവുന്നതാണ്. ഓംബുഡ്സ്മാനിൽ പരാതി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ബാങ്കിൽ പരാതി നൽകി 30 ദിവസത്തിന് ശേഷം മാത്രമേ ഓംബുഡ്സ്മാൻ നമ്മുടെ പരാതി സ്വീകരിക്കുകയുള്ളൂ. കാരണം ബാങ്കിൽ നൽകിയ പരാതിക്കുള്ള മറുപടി നമുക്ക് ലഭിക്കാൻ 30 ദിവസത്തെ സാവകാശം എല്ലാ ബാങ്കുകൾക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് കിട്ടിയ മറുപടി കൂടെ ചേർത്ത് കൊണ്ട് വേണം ഓംബുഡ്സ്മാൻ അയക്കേണ്ടതെന്നതുകൊണ്ട് 30 ദിവസത്തെ സാവകാശം ബാങ്കുകൾക്ക് ഓംബുഡ്സ്മാൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ പരാതി സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായ പേരും വിലാസവും ഫോൺ നമ്പറും ഇമെയിൽ ഐഡി ഉണ്ടെങ്കിൽ അതും എല്ലാം പരാതിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. എന്തൊക്കെ പരാതികൾ ഓംബുഡ്സ്മാൻ സ്വീകരിക്കില്ല എന്നതും പറയാം. ബാങ്കിനെ സമീപിക്കാതെ നേരിട്ട് ഓംബുഡ്സ്മാനെ സമർപ്പിക്കുന്ന പരാതികൾ സ്വീകരിക്കില്ല. കാരണം ബാങ്കുകൾക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ. അതുകൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഓംബുഡ്സ്മാനെ നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ബാങ്കിന് പരാതി നൽകി 30 ദിവസം ആവാത്ത പരാതികൾ സ്വീകരിക്കില്ല എന്നതുപോലെ തന്നെ 30 ദിവസം കഴിഞ്ഞ പരാതികൾ സ്വീകരിക്കുമ്പോൾ പോലും 1 വർഷത്തിന് ശേഷം പരാതികൾ സ്വീകരിക്കില്ല. അതായത് ബാങ്കിൽ നൽകിയ പരാതിക്ക് മറുപടി ലഭിച്ച് 1 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഓംബുഡ്സ്മാനെ സമീപിക്കുന്നതെങ്കിൽ ആ പരാതിയും ഓംബുഡ്സ്മാൻ സ്വീകരിക്കില്ല. കാരണം അതൊരു ടൈം ബാർ, കാലം കഴിഞ്ഞ ഒരു പരാതി എന്ന രീതിയിൽ പരിഗണിക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിൽ പരാതി നൽകി 30 ദിവസത്തിന് ശേഷവും 1 വർഷത്തിന് മുമ്പും ഉള്ള പരാതികളായിരിക്കും ഓംബുഡ്സ്മാന് നമുക്ക് നൽകാൻ പറ്റുക. അതുപോലെ ഊരും പേരുമില്ലാത്ത രീതിയിലുള്ള ഊമക്കത്ത് പോലുള്ള പരാതികളും ഓംബുഡ്സ്മാൻ സ്വീകരിക്കുന്നതല്ല. ബാങ്കിന്റെ നയപരമായ തീരുമാനങ്ങളെക്കുറിച്ചുള്ള പരാതികളും ഓംബുഡ്സ്മാൻ സ്വീകരിക്കില്ല. ഉദാഹരണത്തിന്, എനിക്ക് ബിസിനസ് ലോൺ അനുവദിച്ചില്ല, സിബിൽ സ്കോർ മോശം, അതല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ച പ്രൊജക്റ്റ് വയബിൾ അല്ല തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ബാങ്ക് വായ്പ നിഷേധിക്കാം. അത്തരം കാര്യങ്ങളുടെ ഓംബുഡ്സ്മാൻ ഇടപെടില്ല. അതല്ലെങ്കിൽ ഞാൻ നിക്ഷേപിക്കാൻ ചെന്നപ്പോൾ എനിക്ക് 7.25% പലിശ ബാങ്ക് തരുന്നുള്ളൂ, അപ്പുറത്തെ ബാങ്ക് 8% തരുന്നുണ്ട്, അപ്പോൾ ഈ ബാങ്കിനോടും 8% ഡെപ്പോസിറ്റിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിച്ച് തരണം എന്ന് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് നമുക്ക് പരാതിപ്പെടാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഓരോ ബാങ്കിൻ്റെയും അവരവരുടെ നയങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ നയങ്ങളുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളിലും ഓംബുഡ്സ്മാൻ ഇടപെടില്ല. പക്ഷേ വായ്പ അനുവദിക്കാതെ നമ്മളെ ഒത്തിരി നടത്തിച്ചു എന്നാണ് പരാതിയെങ്കിൽ തീർച്ചയായിട്ടും ഓംബുഡ്സ്മാൻ അത് പരിശോധിച്ച് നടപടിയെടുക്കും. അതുപോലെ കോടതിക്ക് മുമ്പാകെയുള്ള വിഷയങ്ങളിലും ഓംബുഡ്സ്മാൻ നടപടി സ്വീകരിക്കുന്നതല്ല. അത് കോടതിയിൽ തീർപ്പാക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഒരു ഭാഷയെക്കുറിച്ചുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അതായത് പരാതി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും ഇംഗ്ലീഷിൽ വേണം, ഇംഗ്ലീഷിൽ നൽകണം എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ബാങ്കിൽ നൽകുന്ന പരാതി, ഓംബുഡ്സ്മാന് നൽകുന്നത് ഉൾപ്പെടെയുള്ള പരാതികൾ മലയാളത്തിൽ മതിയാവും. ഇംഗ്ലീഷിലാക്കലൊക്കെ ബാങ്കുകാർ ചെയ്തോളും, നമുക്ക് ആ ടെൻഷൻ എടുക്കണ്ട. കൂടാതെ നമുക്കുള്ള മറുപടിയും മലയാളത്തിലായിരിക്കും ബാങ്കുകാർ തരിക, ഓംബുഡ്സ്മാൻ സഹിതം മലയാളത്തിലായിരിക്കും തരിക. അതുപോലെ പരാതി എഴുതുമ്പോൾ, ഇത് ഏതെങ്കിലും നയത്തിൻ്റെ ഭാഗമല്ല, ഞാൻ കൈന്നിട്ട് പറയുന്നതാണ്. പരാതി എഴുതുമ്പോൾ മുമ്പാകെ ബോധിപ്പിക്കുന്ന അപേക്ഷ, തീർപ്പുണ്ടാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്നതുപോലുള്ള അമിത ഭവ്യതയൊന്നും ഒരിക്കലും വേണ്ട. കാരണം ഇടപാടുകാർ എന്ന നിലയ്ക്ക് നമുക്ക് ലഭിക്കേണ്ട സേവനം നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ നമ്മൾ പരാതിപ്പെടുന്നത്. അപ്പോൾ നമ്മളല്ലല്ലോ ഭവ്യത കാണിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. ബാങ്കിനെതിരെ പരാതി നൽകാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന കാര്യം ബാങ്ക് ശാഖകളിലെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ നോഡൽ ഓഫീസറുടെ പേരും ഇമെയിൽ ഐ ഡിയും സഹിതമാണ് ഇങ്ങനെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്.
കൂടാതെ ഒംബുഡ്സ്മാന്റെ വിലാസവും ഫോൺ നമ്പരും ഇമെയിൽ ഐ ഡിയും വെബ്സൈറ്റ് ലിങ്കും എല്ലാം എല്ലാ ബാങ്ക് ശാഖകളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. അതായത് എവിടെ പരാതി നൽകണം എന്ന കാര്യത്തിന് വേണ്ടി ആരോടും ചോദിക്കുകയും വേണ്ട, തേടി അലയുകയും വേണ്ട. അതുകൂടാതെ ബാങ്കിന്റെ വെബ്സൈറ്റിലും എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. കൂടുതൽ തിരയാതെ തന്നെ ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ ഹോം പേജിൽ തന്നെ ലഭ്യമാകുന്ന രീതിയിലാണ് എല്ലാ ബാങ്കുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് സേവനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരാതിപ്പെടാൻ മടിക്കരുത്. കാരണം നമ്മുടെ പരാതികളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ സേവന നിലവാരം ഉയർത്താനും പാകപ്പിഴകൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനും ബാങ്കുകൾക്കുള്ള അവസരമാണ് നമ്മുടെ ഓരോ പരാതികളും. എങ്കിൽ പിന്നെ ദീർഘിപ്പിക്കുന്നില്ല, ബാങ്കുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയവുമായിട്ട് ഇനിയും കാണാം. ബൈ.